സമൂഹമാധ്യമങ്ങളിലൂടെ KJ ഷൈൻ ടീച്ചർക്കെതിരെ നടന്ന സൈബർ ആക്രമണം. അത് നടത്തിയ VD സതീശന്റെ വിശ്വസ്തനായ പറവൂർ സ്വദേശി CK ഗോപാലകൃഷ്ണനും KM ഷാജഹാനുമെതിരെ ടീച്ചർ നൽകിയ പരാതി. ആ പരാതിയിൽ ഇതാ പോലീസ് കേസെടുത്തിരിക്കുന്നു. ആലുവ റൂറൽ സൈബർ പോലീസാണ് കേസെടുത്തത്. നേരത്തെ പോലീസ് വീട്ടിലെത്തി KJ ഷൈൻ ടീച്ചറുടെ മൊഴിയെടുത്തിരുന്നു. വിശദമായ മൊഴിയിലൂടെ തനിക്കെതിരെ ഉണ്ടായ ഈ സൈബർ ആരോപണം, അതിന് പിന്നിൽ ആരൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തിയിരിക്കുന്നത്, അതിന്റെ അവാസ്തവമായ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് തുടങ്ങി വളരെ വിശദമായ രീതിയിൽ തന്നെയാണ് ടീച്ചർ മൊഴി കൊടുത്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്ത് സമഗ്രമായ അന്വേഷണം സൈബർ പോലീസ് വിഭാഗം ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ തിയോപ്പിൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ടീച്ചർ മുഖ്യമന്ത്രിക്കും DGPക്കും വനിതാ കമ്മീഷനും ഒക്കെ പരാതി കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. തനിക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണത്തിലാണ് പരാതി നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആലുവ സൈബർ പോലീസ് കേസെടുത്ത് KM ഷാജഹാൻ, ഒപ്പം സൈബർ പോരാളിയായ കോൺഗ്രസിൻ്റെ സൈബർ പോരാളിയും ഒപ്പം ഒരു കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി കൂടിയായ CK ഗോപാലകൃഷ്ണൻ, കേടാമംഗലം ഗോപാലകൃഷ്ണൻ എന്ന പേരിലാണ് ഇയാൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. ഇയാൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. IT ആക്ട് പ്രകാരവും ഒപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രചരണം നടത്തിയതിനുമാണ് കേസ്. ആലുവ റൂറൽ പോലീസിൽ നിന്നുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഉൾപ്പെട്ട സംഘം ഉച്ചയോടുകൂടി ഷൈൻ ടീച്ചറുടെ പറവൂരിലെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി. ഇതുമായി ബന്ധപ്പെട്ട് ഇനി പോരാട്ടം തുടരുമെന്ന് ഷൈൻ ടീച്ചർ പറയുകയും ചെയ്തിരുന്നു. ഷൈൻ ടീച്ചറോട് ഈ പരാതി നൽകിയതിന് ശേഷം നിരവധി സ്ത്രീകൾ വിളിച്ച് തങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസിലുള്ളവർ പോലും വലിയ അപമാനം, ഇത്തരത്തിലുള്ള ഒരു ഒറ്റപ്പെടുത്തലും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നേരിട്ട് സമാന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും ഷൈൻ ടീച്ചറോട് പങ്കുവയ്ക്കുകയും ചെയ്തു. എന്തായാലും പോരാട്ടം തുടരാനാണ് ഷൈൻ ടീച്ചറുടെ തീരുമാനം. കേസെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് ഇനി തുടർ നടപടികളുണ്ടാകും. ആദ്യഘട്ടത്തിൽ വാർത്ത പ്രചരിപ്പിച്ച ഓൺലൈൻ ചാനലുകൾ, ഒപ്പം വാർത്ത പ്രചരിപ്പിച്ച സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ, ഇവരുടെയൊക്കെ പേരുകളും ഇതിൻ്റെ URL ഉൾപ്പെടെയുള്ള ലിങ്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഷൈൻ ടീച്ചർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും.